ഹലോ ഗായ്സ്, ലവിൻ പമ്മലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പം ആണ്ടുപിറപ്പ് 1-ാം തീയതിയാണ്, തന്നെയുമല്ല ചിത്തിര നാളാണ്. അപ്പം അത്തപ്പൂക്കളെ വിടണം. അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ഇന്ന് കുഞ്ഞിന് എക്സാം ഉണ്ട്, അവനെ സ്കൂളിൽ വിടണം. ഷൈനപ്പോൾ രാവിലെ തന്നെ പണിക്ക് പോകാനെ കൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ തിരിയൊക്കെ കത്തിച്ചിട്ടാണ് പണിക്ക് പോകും. പിന്നെ ഞാൻ ഇന്ന് ഇപ്പം കുളിക്കാൻ വൈകുന്നതെന്ന് വെച്ചാൽ ഇന്ന് കുഞ്ഞിന് എക്സാം ഉള്ള ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവന് നേരത്തെ പോകണം. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന ധാരണയ്ക്കാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ അണ്ണനും പോയി കുഞ്ഞും പോയതിന് ശേഷം ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും അല്ലിയും കൂടെ നേരെ നമ്മുടെ അടുത്തുള്ള മുക്കുറ്റി പൊട്ടിക്കാൻ പോകും. മുക്കുറ്റിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ ഇവിടെ. അങ്ങനെ മുക്കുറ്റിയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്ന് അത്തപ്പൂക്കളെ വിടാനെ കൊണ്ടുള്ള പരിപാടിയാണ് ഞങ്ങളിനി നോക്കുന്നത്. മുക്കുറ്റി ഒരു 3 ഉണ്ടായിരുന്നു. ആ 3 ഞാൻ അത്യാവശ്യത്തിനുള്ള പൊട്ടിച്ചുകൊണ്ട് വന്ന് ബാക്കി അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഞാനും അല്ലിയും കൂടെ നേരെ വന്ന് തലേദിവസം ഇട്ട് അത്തപ്പൂവിൻ്റെ ഇട്ട് ആ പൂവൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ ശകലം ചാണകം തളിക്കണം നമ്മുടെ ആ തറയുടെ മണ്ടയ്ക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുവാണ്. പിന്നെന്താ, ഈ കമ്പും കവരമൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് ചളിക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലി എന്തോ ചെയ്യാനെന്ന് പറയും, ഇങ്ങനത്തെയൊക്കെ പരിപാടിയൊക്കെ ചെയ്യും. അങ്ങനെ അതിൽ ആ പൂവൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പൂ ഞാൻ ഒരു പൂ പോലും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് 2 ദിവസം വരെ. ഇനി അങ്ങോട്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യം വരത്തില്ല. കാരണം നമുക്ക് അപ്പുറം ഇപ്പുറം എല്ലാ വീടുകളിൽ പൂവുണ്ട്. അപ്പം എവിടെ ചെന്ന് ചോദിച്ചാൽ അപൂർവങ്ങളിലായിട്ടുള്ള വീട്ടിൽ നിന്നുള്ളൂ നമുക്ക് പൂ അങ്ങനെ കിട്ടാത്തതാണ്. നട്ട് വളർത്തുന്ന ചെടിയെന്ന് ചില ആൾക്കാർ തരത്തില്ല. അപ്പം പക്ഷേ ഇവിടങ്ങളിൽ ഞാൻ ചെന്ന് ചോദിച്ചിട്ടുള്ളിടത്തൊക്കെ എനിക്ക് പൂ തന്നിട്ടുണ്ട്, അത്തപ്പൂക്കളോളം തന്നിട്ടുണ്ട്. പിന്നെ പൂവില്ലെങ്കിലും നമുക്ക് പലതരത്തിലുള്ള ഇലകളുണ്ട്. ആ ഇലകൾ അരിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് അത്തപ്പൂക്കളെ ഇടാം. ഞാൻ ഈ വെക്കുന്നതിനെക്കാട്ടും നല്ല സൂപ്പറായിട്ട് ഇടാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. അത്തപ്പൂക്കളെ ഇലകൾ മാത്രം അരിഞ്ഞിട്ട് വെക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയ പൂക്കളൊക്കെ വെച്ചാണ് ഞാൻ പൂക്കളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ഭംഗിയില്ല, എന്നാലും പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ പൂക്കൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നൂരും എണ്ണിക്കും ചെയ്യുന്നത്. എനിക്ക് വയറ് വേദനിക്കും. കുറേ നേരം അമങ്ങിയിരുന്ന് കഴിയുമ്പോഴത്തേക്ക് കുത്തിക്കെട്ട് അമങ്ങി വയറ് വേദനെടുക്കും. അങ്ങനെ കുറേ നേരം ഇരുന്നും എണീറ്റുമൊക്കെ ഞാൻ ആ പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഈ പൂ ഞങ്ങളുടെ തൊട്ട് മേളത്തെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. ഇനി നാളത്തേനും വേറെ എവിടെയെങ്കിലും അങ്ങനെ പോയി കൊണ്ടുവരണം. കുറേ ഇലകളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തേനുള്ളതൊക്കെ ഞാൻ തട്ടിക്കൂട്ടിയൊക്കെ എടുത്തു. ഒന്നും അല്ലെങ്കിലും ഞങ്ങളുടെ തോടെ നടന്നേച്ചാൽ മതി, ഇഷ്ടംപോലെ അല്ലാത്ത പൂക്കൾ കിട്ടും. തോട്ടി വരുമ്പോൾ നിൽക്കുന്ന സൈസ് പൂക്കളുണ്ട്. അതൊക്കെ അത്തപ്പൂവിന് ഇടാൻ കൊള്ളുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇഷ്ടംപോലെ പൂവിനൊന്നും ക്ഷാമമില്ല. അങ്ങനെ ബാക്കി വന്ന പൂക്കളെല്ലാം കൂടെ ഞാൻ അരിഞ്ഞ് വേറൊരു ഡിസൈനാക്കി അതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. ഏകദേശം അത്തപ്പൂക്കളത്തിൻ്റെ ഒരു ഫൈനൽ ലുക്കൊക്കെ ആയിട്ടുണ്ട്. എന്താ ഞാനിട്ട അത്തപ്പൂക്കളം കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. ഷൈനോട് ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തു. പക്ഷെ അണ്ണൻ്റെ ഫോണിന് കംപ്ലൈൻ്റ് ആയ കാരണം അണ്ണന് വലിയതായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ അത്തപ്പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്കാണിത്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അഭിപ്രായം പറയണം. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അഭിപ്രായം പറയണം, കമൻറ്റുകൾ രേഖപ്പെടുത്തണം. അപ്പം ഓക്കെ, ബായ്.